ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ഭയങ്കര ലേറ്റായി. രാത്രി ഏകദേശം 1 മണി 2 മണിക്കാണ് ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. സോ ആക്ച്വലി ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ബാഗ്സ് എടുക്കാനായിരുന്നു. ഫസ്റ്റ് ടൈം നമ്മൾ ബാഗ്സിലേക്ക് എൻട്രി ആണ്. പ്രിയ ആക്ച്വലി കുറച്ച് നെർവസ് ആയിരുന്നു ബാഗ് എടുക്കാനായിട്ട്, കാരണം ഫസ്റ്റ് ടൈം ആണ്. പക്ഷെ പോയപ്പോൾ തന്നെ ഇഷ്ടമുള്ളത് കിട്ടിയെന്ന് തോന്നല്ലേ? ഇഷ്ടമുള്ളതിനേക്കാളും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് കുറച്ച് ബാഗ്സ് നമ്മളൊരു ലിമിറ്റഡ് ലോഞ്ച് പോലെ, ലൈക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെ എവറി ഫ്രൈഡേസ് കുറച്ച് ബാഗ് റിലീസ് ചെയ്യാം, അങ്ങനത്തെ ഒരു പ്ലാനിലായിരുന്നു. പക്ഷെ കണ്ടുവന്ന് ബഡ്ജറ്റും പോയി, എല്ലാം പോയി. കുറേ സാധനങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇനിയിപ്പം ഇത് സോഴ്സ് ചെയ്യാൻ പറ്റുമോ, നമ്മൾ നിങ്ങൾ കാണാൻ പോകുന്ന സാധനങ്ങൾ സോഴ്സ് ചെയ്യാൻ പറ്റുമോ, അത് സേഫായിട്ട് എത്തിക്കാൻ പറ്റുമോ, അതൊക്കെ നമ്മൾ അന്വേഷിക്കണം. പക്ഷേ ദ കളക്ഷൻ ഇസ് ടോട്ടലി യൂണിക്. എനിക്കൊന്ന് നാട്ടിൽ വളരെ റെയറായിട്ട് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കിട്ടാൻ പറ്റാത്ത കളക്ഷൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിൽ ക്ലിയർ ആയിട്ട് പല ക്വാളിറ്റിയുടെയും പല കാര്യങ്ങളും നമ്മളിതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മെയിനായിട്ട് തുടങ്ങാനുള്ള കാരണം ഈ അമേരിക്ക ആയിട്ടുള്ള ടാരിഫ് വാറിൽ ചൈന അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി ക്ലോസ് പോയി, ആ ക്ലോസ് ബ്രേക്ക് ചെയ്ത് അവരുടെ സപ്ലയേഴ്സിൻ്റെ ബ്രാൻഡ്സിൻ്റെ സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് വെളിവിട്ടു. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ലിസ്റ്റ് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തിപ്പെടുന്നത്. നമുക്ക് നന്നായി. സോ ഞങ്ങൾക്ക് അറിയാൻ പറ്റി എവിടെ നിന്നാണ് ഇവർ ഫാക്ടറി സോഴ്സ് ചെയ്യുന്നതെന്നും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ആ വ്ളോഗ് കണ്ടോ. ഐ എം ഷുവർ യു ഗൈസ് വിൽ എൻജോയ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി കളർഫുൾ. ഹായ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മൾ നമ്മുടെ ഹാപ്പി സ്റ്റോറിലല്ലാതെ നമ്മളായിട്ട് ഒരു പുതിയ ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നത്. അതാണ് ബാഗ്സിൻ്റെ പുതിയ കളക്ഷനാണ് ഇനി നമ്മുടെ ഹാപ്പി സ്റ്റോറിൽ വരാൻ പോകുന്നത്. വർഷങ്ങളായി പ്രിയയുടെ ആഗ്രഹവും പാഷനുമാണ് ജ്വല്ലറി. അതെ, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എവിടെ പോയാലും ബാഗ് വാങ്ങും. കുറേ പേര് എന്നോട് ചോദിക്കും, ചേച്ചി ബാഗ് കളക്ഷൻ കാണിക്കുമോ, ചേച്ചിയുടെ ബാഗ് എന്തൊക്കെയാണെന്ന്, ബാഗ് എന്താ അങ്ങനത്തെ വീഡിയോസ് ഇടുമോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചപ്പോൾ എൻ്റെ ബാഗ് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എൻ്റെ ടേസ്റ്റിൽ കുറച്ച് നല്ല ബാഗ്സ്, യൂണീക്ക് ബാഗ്സ് നമ്മൾ ഇത്തവണ ഹാപ്പി സ്റ്റോറിൽ കൊണ്ടുവരികയാണ്. ഇന്നാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്, ട്രൈ ചെയ്യുന്നത്. കാരണം പ്രിയ ഏകദേശം 1.5 വർഷത്തോളം ഇതിന്റെ പുറകിൽ റിസർച്ചും മെറ്റീരിയലും പാറ്റേൺസും ട്രെൻഡ്സും എല്ലാം നോക്കി നടക്കുമായിരുന്നു. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ സപ്ലയേഴ്സിനെ കോൺടാക്ട് ചെയ്തു. അവരിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഏകദേശം ആ ടൈപ്പ്. അതൊക്കെ കിട്ടി അഫോർഡബിൾ റേറ്റ്സിൽ കൊണ്ടുവരുമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന റേറ്റ്സിൽ കിട്ടും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇഷ്ടമുള്ള പാറ്റേൺസും ക്വാളിറ്റിയും ആ റേറ്റിനും കൂടെ അത് അഫോർഡബിൾ ആകുകയാണെങ്കിൽ ഒരു ഹാപ്പി സ്റ്റോറിൽ ഉടനെ വരുന്നതായിരിക്കും. ഉടനെയൊന്നുമല്ല, ടൈം എടുക്കും. അത് ഷിപ്പ് ചെയ്തും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത് ഫസ്റ്റ് ടൈം അല്ല ഈ ബാഗ് ബിസിനസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ട്. നമ്മള് ജയ്പൂർ ഫാഷൻ ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് ചെയ്തിട്ടുണ്ട്. ബാലിന്ന് വാങ്ങിയ ഓർമ്മയില്ലേ? അത് നമ്മൾ എക്സിബിഷന് വേണ്ടി ജയ്പൂരിലുള്ള ബാഗ്സ് സോൾഡ് ഔട്ട് ആയി. ഡാഡി സജസ്റ്റ് ചെയ്തത് ബാലിന്നുള്ളത് സോൾഡ് ഔട്ട് ആയി. ജയ്പൂർ നമ്മുടെ ഓർമ്മയുണ്ടാവും, ആ ലെതർ മേക്കറിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇനി ഇതിലും കൂടെ കാല് വെക്കുവാണ്. ഹോപ്പ്ഫുള്ളി യു ഗൈസ് വിൽ ലൈക്ക്. കാല് വെക്കുകയാണ്, ഹോപ്പ്ഫുള്ളി കാല് തിരിച്ചെടുക്കാതിരിക്കട്ടെ. പക്ഷെ ഡ്രസ്സ് ഇന്ന് അടിപൊളിയായിട്ടുണ്ട്. എല്ലാ ദിവസവും ഹാപ്പി സ്റ്റോറിലെ ഡ്രസ്സാണ്. അത് മാത്രമല്ല പ്രീ ഇപ്പം ഓർണമെന്റ്സ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. അത് ഓരോ ബിസിനസ് ചെയ്യുമ്പോൾ അതൊക്കെ ആദ്യം ഡ്രസ്സ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യില്ലായിരുന്നു, പിന്നെ ജ്വല്ലറി, ഇനിയിപ്പോ ബാഗ് ആയിരിക്കും. ഇനിയിപ്പോ ഓരോ ഡ്രസ്സിന് മാച്ച് ചെയ്ത് കാണും. ഇതൊക്കെ പക്ഷെ കൊണ്ടുവരണം യാത്ര ചെയ്യുമ്പോ. പെട്ടിയിലെ സ്ഥലമില്ല എന്ന് പറയില്ല. ഓക്കെ ഗൈസ്, സോ ഫസ്റ്റ് തന്നെ ഞാൻ പ്രിയ ഫുൾ സെലക്ട് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് കാണിച്ചതില്ല, ചുമ്മാ ബാഗ്സ് കാണിക്കണ്ടല്ലോ. നമ്മൾ പല കളക്ഷൻസ്, ഇതിപ്പോൾ ഭയങ്കര ജിഗയാണ്. പാർട്ടി സ്റ്റേറ്റ്മെന്റ് പീസസ് ഉണ്ട്, കാഷ്വൽ എവറിഡേ ബാഗ്സ് ഉണ്ട്, ടീൻസിന് പറ്റിയുണ്ട്, ക്ലച്ചസ് ഉണ്ട്, പല രീതിയിലുള്ള ബാഗ്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. സോ ഓരോന്നായിട്ട് കാണാം. അതിലേക്ക് കാണുന്നവർക്കും ഇന്ന് കണ്ണ് ഭയങ്കരമായിട്ട് ഒരു കുളിർമയായിരിക്കും, ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ. ബിക്കോസ് യു ഗെറ്റ് ടു സീ ലോട്ട് ഓഫ് തിങ്സ്. ആൻഡ് ബെസ്റ്റ് പാർട്ട്, ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു അമേരിക്ക ആയിട്ടുള്ള ട്രേഡ് വാഴ്സിൽ ചൈനയിൽ അവർ കുറേ ബ്രാൻഡഡ് ബാഗ്സിൻ്റെ സപ്ലയേഴ്സ് അവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് റിവീൽ ചെയ്തു. കോൺഫിഡാലിറ്റി ക്ലോസ് ഒക്കെ പൊളിച്ചിട്ട്. സോ അങ്ങനത്തെവരുടെയും കുറച്ച് കോൺടാക്ട്സ് കിട്ടിയിട്ടുണ്ട്. ഫേക്ക് ബാഗ്സ് ഒന്നും ഞങ്ങളുടെ കാണില്ല, കോപ്പി ബാഗ്സ് ഒന്നും കാണില്ല. പക്ഷേ ഇപ്പോൾ വലിയ വലിയ ബ്രാൻഡ്സിന് വേണ്ടി സപ്ലൈ ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന്
പ്രിയ ബാക്കി നോക്ക്, ഞങ്ങൾ കുറച്ച് ബാഗ്സ് എടുക്കുന്നുണ്ട്. ആ ഷോപ്പും കാണിച്ചു തരാം. കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തപ്പിപ്പിടിച്ച് വന്നതാ ആ സപ്ലയറിനെ. ഇത് നമ്മുടെ സാധാരണ പോലെ നമ്മ ഇത് കാണുമ്പോൾ ഓർക്കും ഗ്ലൂ വെച്ച് ഒട്ടിച്ചേക്കണേന്ന്. അതല്ല, ഇതില് ട്വൈൻ വെച്ച് അവര് തുന്നി ചേർത്തിട്ടുണ്ട് അല്ലേ? അതെ. എന്നിട്ട് അത് കമ്പി കൂടെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ അതിനർത്ഥം പെട്ടെന്ന് പോത്തില്ല ഒരിക്കലും. മറ്റേതുപോലെ നമ്മൾ ഈ വില പറഞ്ഞ സാധനം ഒട്ടിച്ചു വെക്കുന്ന പോലത്തെ അല്ല. ആരെങ്കിലും കയറി ഇങ്ങനെ മാന്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും സ്റ്റോൺ പോലും പോവില്ല. അതൊക്കെ നമ്മൾ നോക്കിയെടുക്കുന്നത് കേട്ടാ. ഇത് ക്ലോത്ത് ഉണ്ടെങ്കിലും ക്ലോത്തിനകത്തല്ല ഇത് ഒട്ടിച്ചിരിക്കുന്നത്. ജസ്റ്റ് ലൂപ്പ് ചെയ്ത് പോയേക്കണം. നിങ്ങൾക്ക് അത് സൂം ചെയ്ത് ഇവിടെ കണ്ട. അതെ അതെ, ട്വൈൻ പോകുന്ന കാണാം. ലൂപ്പ് ചെയ്ത് അത് രണ്ട് സൈഡിലേക്ക് പോകുന്നുണ്ട്. പോരാതെ എന്തെങ്കിലും നിങ്ങൾക്ക് പോയാൽ കുറച്ച് സീക്വൻസസ് അല്ല, കുറച്ച് ഈ എന്താ സാധനം സ്റ്റോൺസ്, സോറി സീക്വൻസ് അല്ല സ്റ്റോൺസ് ആണ്, അതുവരെ അവർ എക്സ്ട്രാ തരുന്നുണ്ട്. ഇൻക്ലൂഡിങ് ദ ക്വാളിറ്റി. ലുക്ക് അറ്റ് ചെയിൻ ഒക്കെ ഉണ്ട് ഓബിയസ്ലി. ലുക്ക് അറ്റ് ദ ക്വാളിറ്റി. ഇതാണ് മനസ്സിലായോ? ഇത് വാവ്, അടിയിൽ ഇങ്ങനെ നോക്ക്, ആന്റി സ്ലിപ്പ് സ്റ്റാൻഡ് പോലെയുണ്ട്. അപ്പൊ എല്ലാ ആസ്പെക്ട് നോക്കി നമ്മൾ എടുക്കുന്നത് കേട്ടോ. ചുമ്മാ വലിച്ചു വാരിയൊന്നും എടുക്കത്തില്ല. വരുന്നവര് എടുത്ത് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാധനം നല്ല ക്വാളിറ്റി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഗൈസ്, ഞാൻ പറയാണ്, ഇവിടെ തന്നെ അതെ, ഒരാൾ കൺഫ്യൂസ് ആയി നിൽക്കുന്നുണ്ട് അവിടെ. ബിസിനസ് തുടങ്ങുന്നതിന്റെ സന്തോഷം. ബിസിനസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാ കളേഴ്സും ഇഷ്ടമായി. ഇപ്പൊ നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ല. ഡിസൈൻസ് കുറയും. അതെ, നമുക്ക് മാക്സിമം ഓപ്ഷൻസ് കൊടുക്കണം. എല്ലാത്തിന്റെയും മാക്സിമം 3 പീസ് നമ്മൾ കാണുള്ളൂ. അല്ല, ഈ 3 പീസ് എടുക്കുന്നുള്ളൂ. ഒരു പാറ്റേണിന്റെ തന്നെ 2 പാറ്റേണേ എടുക്കുന്നുള്ളൂ. അത് മാത്രമല്ല, അതെ, നമ്മുടെ യൂണിക്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങുന്ന അവിടെ മാത്രം കിട്ടുന്ന രീതിയിലായിരിക്കണം. റിപ്പീറ്റ് റീസ്റ്റോക്ക് ഒന്നും ചെയ്യാനും പാടില്ല നമ്മള്. സോ അതില് ഒരു എക്സാമ്പിൾ ഇവര് പറയുന്നത് കണ്ട, ഇത് ഗുഡ് ക്വാളിറ്റിയും ബാഡ് ക്വാളിറ്റിയും ഉണ്ട് ഇവിടെ തന്നെ. ഇതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഈ മെറ്റീരിയൽ വളരെ മോശമാണ്. അത് നമുക്ക് കണ്ടറിയാം. ഈ ത്രെഡ് നോക്ക്, പറയാം, ഇത് തന്നെ നിങ്ങൾക്ക് കണ്ടറിയില്ല. ഇതിന്റെ ഈ ത്രെഡ്, ആ സമയത്ത് ഇതിന്റെ ഈ ത്രെഡ് നോക്ക് രണ്ടിന്റെ ഇതേ. നമ്മളെല്ലാം നോക്കിയിട്ട് എടുക്കുന്നത്. ദാറ്റ് മച്ച് ടൈം ആൻഡ് എഫേർട്ട് വി ആർ പുട്ടിങ് ഇൻ ടു ഇറ്റ്. ഇല്ലെങ്കിൽ ഇല്ലാന്നല്ലോ, കൊടുക്കുമ്പോൾ നല്ല സാധനം കൊടുക്കുന്നല്ലോ. അതെ. പിന്നെ അകത്തെ ഇന്നർ കോട്ടിങ് കണ്ട, ഇതൊരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. സ്റ്റിച്ചിങ് ഒക്കെ കണ്ട പൊങ്ങുന്നത്. ഇവിടെ നോക്ക്, ഇങ്ങനെ ഓരോ ബാഗും നമ്മൾ നോക്കി, അല്ലാതെ മറ്റേ 100 രൂപ 200 രൂപയ്ക്ക് ചൈനയിൽ കിട്ടുന്ന സാധനങ്ങളായിരിക്കില്ല നമ്മുടെ ഷോപ്പിൽ കിട്ടുന്നത്. മാത്രമല്ല ഇതൊക്കെ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലുള്ള എക്സ്പോർട്ട് മാത്രം, ഈവൻ UAE അങ്ങനത്തെ ക്വാളിറ്റീസും എടുക്കുന്നില്ല. ഉള്ളി യൂറോപ്യൻ എക്സ്പോർട്ട് ക്വാളിറ്റി. യൂറോപ്പ് എക്സ്പോർട്ട് ആണ്, അല്ല ഈ മാർക്കറ്റിൽ. മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ല ക്വാളിറ്റി കൊടുക്കുമ്പോൾ പിന്നെയും നമ്മളുടെ തന്നെ വരും. അതെ, നമ്മളിത് വിറ്റിട്ട് പിന്നെ അടുത്ത പരിപാടിക്ക് പോകുന്നവരല്ലല്ലോ, നമുക്ക് ലോങ് ടേം ആണ്. അതെ. സോ എന്തായാലും ക്വാളിറ്റി വൈസ് നിങ്ങള് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ റേറ്റിനുള്ള ക്വാളിറ്റി കിട്ടും. നമുക്ക് ഓബിയസ്ലി 50,000 രൂപയുടെ 10,000 ഒന്നും ക്വാളിറ്റി കൊടുക്കാൻ പറ്റില്ല. എനിക്ക് സത്യം പറയാലോ, അറിയാത്ത കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയില്ല. അതാണ് എന്റെ ഒരു ബുദ്ധിപരമായ തീരുമാനം. ഡ്രസ്സിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഡ്രസ്സിന് ഞാൻ സെലക്ഷൻ ആണല്ലോ. അത് എന്റെ സെലക്ഷൻ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കട്ടെ ആൾക്കാർക്ക്. നിങ്ങൾ ജസ്റ്റ് അറിയാനായിട്ടാണ് 2 ക്വാളിറ്റി ഇവര് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ എല്ലാം. ഇത് കണ്ട, ഇതിന്റെ ചെയിന് തന്നെ ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്പർ 1. പിന്നെ നമ്പർ 2 ഇതാണ് ലോ ക്വാളിറ്റി 1. ഇതിന്റെ സിബ് ഇതൊക്കെ കണ്ട, അകത്തൊക്കെ സിബ് ഭയങ്കര മോശമാണ്. ആ സിബിന്റെ ക്വാളിറ്റി ഒക്കെ കണ്ട, ഭയങ്കര ചീപ്പ് സിബാണ്. സ്റ്റിച്ചിങ് ഒക്കെ മോശമാണ്. ആ സമയത്ത് ഇവിടുത്തെ നല്ലതിന്റെ ക്വാളിറ്റി കണ്ട. ഇതൊക്കെ നിങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൽ വരുമ്പോൾ നോക്കിക്കോ. ഞങ്ങൾ ഇത് മാത്രമേ എടുക്കൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒന്നും ഞങ്ങളുടെ അവിടെ കിട്ടില്ല. ചീപ്പാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഫോർ ആൻ അവയർനെസ് ആണ് നമ്മൾ ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത്. ആദ്യമേ തന്നെ നമ്മളൊരു കൺഫ്യൂസ്ഡും വെറീഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് തുടങ്ങിയത്. കിട്ടുമോ ഇല്ലയോ ടെൻഷനായിരുന്നു ഫസ്റ്റ് ഷോപ്പിൽ നിന്ന് തന്നെ. നല്ല പർച്ചേസ് ചെയ്തു. അപ്പൊ ഞങ്ങള് പ്രൊഫഷണൽ ആയിട്ട് കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാ വാങ്ങിയത്. ഇവരോട് പറഞ്ഞു, ഞാൻ ഈ ബിസിനസ്സിൽ ആദ്യമായിട്ടാണ്, അപ്പോൾ എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് നല്ല ഡിസ്കൗണ്ട് ഒക്കെ തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. നന്നായി വരട്ടെ, ഇനി കൂടുതൽ നമ്മുടെ ഇത് വാങ്ങാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷെ അടുത്ത പ്രാവശ്യം കൂടുതൽ വാങ്ങണം എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മൾ എല്ലാത്തിന്റെ ഈ 2-3 പീസേ വാങ്ങിച്ചിട്ടുണ്ട്. അതെ, ഞാൻ അനുഗ്രഹിക്കോന്നൊക്കെ പറഞ്ഞു. അല്ല, ഞാൻ കാല് തൊട്ട് എഴുതുകൊണ്ട് വീണതാ. അപ്പൊ എടുക്ക്. ആദ്യം കാണിക്കുന്നത് ഇപ്പോഴത്തെ കുറച്ച് ലേറ്റസ്റ്റ് പാറ്റേൺ ആണ്. ഞാൻ കുറേയൊക്കെ സെർച്ചൊക്കെ ചെയ്ത് ഗൂഗിളൊക്കെ ചെയ്ത് കണ്ടുപിടിച്ചൊരു പാറ്റേൺ ആണ്. ഗ്ലാസ് ആണ്, ഇതിൻ്റെ ഗ്ലാസ് ആണ്, ട്രാൻസ്പെറൻറ്റ് ആണ്. ഇത് ലൈക്ക് എ പാർട്ടി വെയർ
ഫങ്ഷൻ വെയറിനൊക്കെ ഇടാൻ പറ്റിയ ബാക്കിലുണ്ടോ ഇങ്ങനെ ഇരിക്കും ഓക്കെ. കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് അതേ പാറ്റേണിലുള്ള ഒരു പാർട്ടി വെയർ ബാഗാണിത്. പൗച്ച് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ പാർട്ടി വെയർ. യു ക്യാൻ ഹോൾഡ് ലൈക്ക് ദിസ്. ഫങ്ഷൻ വെയറിന് ഇടാൻ പറ്റിയ. നെക്സ്റ്റും ഒരു പോപ്പുലർ പാറ്റേൺ ആണ് ഇത്. ഈ ബാഗും ക്ലച്ച് എന്ന് തന്നെ പറയാം. ഇതും പാർട്ടി വെയർ, ഫങ്ഷൻ വെയർ, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു പോപ്പുലർ പാറ്റേൺ ആയ ഒരു സ്മോൾ ബാഗ്. ഇതും ഇതുപോലെ തന്നെ ഗോൾഡൻ കളർ. ഇത് മറ്റേതൊരു പാർട്ടി വെയർ, നൈറ്റ് വെയർ ഫംഗ്ഷൻ ഇടാമെങ്കിൽ ഇത് കല്യാണത്തിന്റെ പട്ടുസാരിയുടെ കൂടെയൊക്കെ മാച്ച് ചെയ്ത് ഗോൾഡൻ പട്ടുസാരിക്കും. അതുമാതിരി തന്നെ നൈറ്റ് വെയറിൽ ഇപ്പോൾ ഗോൾഡൻ ഗൗണൊക്കെയാണ് ഇടുന്നെങ്കിൽ യു ക്യാൻ ഹോൾഡ് ദിസ്. ഇതും ഇതുപോലെ ഒരു യങ് ക്രൗഡിന് പറ്റിയ ഒരു ട്രെൻഡി ബാഗാണ്. ഫങ്ഷൻ വെയറിനിടാം, അല്ലാതെ കുറച്ച് ഫാഷൻ സ്റ്റൈലിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിന് തന്നെ വേറെ കളേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാത്തിൻ്റെയും കളേഴ്സ് നോക്കി എടുക്കുന്നത് ഇപ്പോൾ ട്രഡീഷണൽ വെയർ ഇടുമ്പോൾ പറ്റുന്നതും പാർട്ടി വെയർ ഇടുമ്പോൾ പറ്റുന്നതും അങ്ങനത്തെയാണ് ഞാൻ കൂടുതൽ കളേഴ്സ് എടുക്കുന്നത്. സിൽവറും ഉണ്ട്, ഗോൾഡും ഉണ്ട്. ഞാൻ ഇതും എടുത്തു. ഈ ബാഗിന്റെ പേരാണ് ബക്കറ്റ് ബാഗ്. ബക്കറ്റിന്റെ ഷേപ്പ് ഉള്ളത് കൊണ്ടിട്ടാണ് ഇതിനെ ബക്കറ്റ് ബാഗ്. ബക്കറ്റ് ബാഗ് ഉണ്ടല്ലേ. ഇത് പാർട്ടി വെയർ ബക്കറ്റ് ബാഗ്. ഹെർമസിനുള്ളതൊക്കെ മറ്റേ നോർമൽ വെയർ ബക്കറ്റ് ബാഗ്. സോ ഇതിന് ഡ്രോ സ്ട്രിങ് ആണ്. ഇതിന്റെ അകത്ത് ഇങ്ങനെ ഡ്രോ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, സിബല്ല, സ്ട്രിങ് ആണ്. സോ ഇതും ഇതുമാതിരി തന്നെ പാർട്ടി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ, സാരിക്കും പോവും, സൽവാറിനും ഗൗണിനും ഒക്കെ പോവും. അതിന്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് സിൽവർ എടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഒരു റത്തൻ ഫിനിഷ് പോലെയുള്ള ഒരു ബാഗാണ്. സമ്മർ വെയർ ബാഗാണ് ഇത്. നമ്മൾ കൂടുതലും ബാലിയിലും അങ്ങനത്തെ ഒക്കെ ഒരു ഡെസ്റ്റിനേഷനൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിൽ സമ്മറുണ്ട്, നമ്മുടെ നാട്ടിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോ ഇത് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബാഗാണ്, നോട്ട് എ പാർട്ടി വെയർ ബാഗ്. അല്ല, ഇതൊരു ഇക്കോ ഫ്രണ്ട്ലി സ്റ്റേറ്റ്മെന്റും ആണ്. ആ സമയത്ത് നമുക്ക് സമ്മർ ഫോട്ടോച്ചിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചോണ്ട് പോകും. ഞാനിത് എന്താ തിയേറ്ററിൽ പോയാലും പിടിക്കും, ഇവിടെ പോയാലും പിടിക്കാം. അതിന്റെ വേറൊരു പാറ്റേൺ ആണ് ഇത്. ഓക്കെ, ഇത് ഇങ്ങനെ പിടിച്ച് സ്റ്റൈലിലായി നമുക്ക്. ഇനിയിപ്പോ ഞാൻ ഓരോരോ ബാഗ് അങ്ങ് പിടിച്ച് ഇറങ്ങാൻ പോവാണ് വിചാരിക്കും നിങ്ങള്. പക്ഷെ അപ്പോഴും ഞാൻ എന്റെ പഴയ ബാഗ് ഉപയോഗിക്കാത്തത് ഇരിക്കുന്നുണ്ടോ. അപ്പോഴും ഡാഡി പറയും അവൾക്ക്, എന്നാലും അവൾക്കൊരു മാറ്റമില്ല. എന്നിട്ട് ലൈക്ക് എ ഫങ്ഷൻ വെയറിന് പറ്റിയ പൗച്ചാണിത്. കല്യാണത്തിനും പാർട്ടീസിനും നൈറ്റ്. നിങ്ങൾ ആദ്യമേ ഇത് മാത്രം കാണിക്കുന്നത്, ഞങ്ങൾ ഇത് മാത്രമേ ഇപ്പൊ വാങ്ങിയിട്ടുള്ളൂ. ഇനി ഡെയിലി വെയർ, കാഷ്വൽ, ലെതേഴ്സ് ഒക്കെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അതെ, അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ, തെറ്റിദ്ധരിക്കരുത്. വീഡിയോ ഫുൾ കാണുക. ഇതിന്റെ തന്നെ വേറൊരു കളറാണ്. ഇത് ശരിക്കും നിങ്ങൾ നേരിട്ട് കാണും. ഇവിടുത്തെ ലൈറ്റിംഗിന്റെയിലാണ് കേട്ടോ, ഇതൊന്നും അല്ല. ഇത് കണ്ടോ, ഇതൊക്കെ ഡിസൈനർ വെയർ പോലെയല്ലേ. ഫോക്കസ് വരെ കിട്ടുന്നില്ല, കാരണം അത്രയും ഷൈനിങ് ആണ്. അടിപൊളിയായിട്ടുണ്ട്. കൊണ്ട് കുറേ എണ്ണം, പക്ഷെ ഞങ്ങള് എല്ലാം ഇപ്പൊ തന്നെ കാണിക്കാം. എല്ലാം ഇപ്പൊ കാണിക്കണ്ടല്ലോ, എല്ലാം ഷോപ്പിൽ വരുമോ? നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ആവും. ഞാനിപ്പോ ഇരിക്കുന്ന ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാണുമ്പോ അല്ലേ. കളർഫുൾ ബ്ലിങ്ങി മാത്രമല്ല, നമ്മുടെ എല്ലാ ടൈപ്പ് കോളേജ് ഗോയിങ് യങ് ക്രൗഡിനൊക്കെ പറ്റിയ, യങ് മാത്രമല്ല ഇതും ഒരുമാതിരി ബക്കറ്റ് ബാഗ് എന്ന് തന്നെ പറയും. ഇതും ഭയങ്കര സ്റ്റൈലിഷ് ആണ്. ഇപ്പൊ ഒരു സ്റ്റൈൽ, ഇപ്പത്തെ ട്രെൻഡി ആയിട്ടുള്ള സ്റ്റൈലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. പാറ്റേൺസ് റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഓക്കെ, ഇത് ഞങ്ങൾക്ക് യൂസ്ഡ് ആൻഡ് പ്രൂവ്ഡ് ആണ്. ഞങ്ങൾ പാത്തും നച്ചുവിനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ദേ ബീൻ യൂസിങ് ഇറ്റ്. പാത്തുവിന് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് റഫ് യൂസ് ഒക്കെയാണ്. ഇതിന്റെ പാറ്റേൺ കണ്ടോ, ജീൻസ് അല്ലേ, ജീൻസിന്റെ ആ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് അതിന്റെ പാറ്റേൺ. ബാഗില് ആക്ച്വലി ലിപ്സ്റ്റിക്, കാർഡ്സ്, ടിഷ്യൂസ്, അങ്ങനത്തെ സാധനങ്ങൾ ഇടാൻ വേണ്ടി, പിന്നെ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആണ് മെയിൻലി. ഇത് ഇട്ടാൽ ആരായാലും ചോദിച്ചും പോകും, ഹായ് ബാഗ് കൊള്ളാലോ, ഇത് എവിടെന്നാ ഇങ്ങനത്തെ പാറ്റേൺ ഒന്നും എവിടെയും കാണാൻ നമ്മുടെ നാട്ടിൽ കൂടെ കിട്ടില്ലല്ലോ. സോ ഇങ്ങനത്തെയും ബാഗ്സ് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഒരു ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള ബാഗാണ്, പക്ഷെ അതിൽ കുറച്ചൊരു സ്റ്റൈലിഷ് അല്ല, കുറച്ച് ക്ലാസിനെസ് ഉണ്ട്. ഒരു സ്പോർട്ടി, ക്ലാസി, ഒരു റാൽഫ് ലോറൻ ഒക്കെ ഇല്ലേ, ഏകദേശം ആ ഒരു ഗെറ്റപ്പ് എനിക്ക് തോന്നിയത്. ഇത് ബ്ലാക്കിൽ വൈറ്റ് സ്ട്രാപ്പ് വരും. ഭയങ്കര സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഭയങ്കര ഭംഗിയുണ്ട് അല്ലേ, എടുത്ത് കാണുന്നുണ്ട്. ഇതിന്റെ തന്നെ ക്രീം കളർ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ സേഫ് കളേഴ്സാണ്, എപ്പോഴും എല്ലാ ഡ്രസ്സിന്റെയും കൂടെ പോകും. ഇതിന്റെ മസ്റ്റേർഡ് കളറും എടുത്തിട്ടുണ്ട്.
നൈസ്. ഇവിടെ നല്ല സാധനങ്ങൾ കിട്ടി. തേടി പിടിച്ച വള്ളി കാലിൽ ചുറ്റിയതുമല്ല, ഇത് നമ്മൾ പ്രിയ വാങ്ങിയിട്ട് കുറേ പേര് ചോദിച്ചൊരു ബാഗ്സ് ആയിരുന്നു. അതിന്റെ സപ്ലയറിന്റെ ഹൈ ക്വാളിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ക്വാളിറ്റി തുറന്ന് അറിയുന്നത് ഇതിന്റെ അകത്ത് കണ്ട ഇത് ഫാബ്രിക് ആയിരിക്കും, പക്ഷെ ചിലതിന്റെ പ്ലാസ്റ്റിക് ഉണ്ട്, അതിന്റെ ക്വാളിറ്റി കൊള്ളില്ല. ഫോർ എക്സാമ്പിൾ കൊള്ളില്ല എന്നല്ല, കുറച്ചും കൂടെ ലോ ക്വാളിറ്റി ആണ്. നമ്മളപ്പോ അങ്ങനെ കണ്ട ഇത് വേണ്ട, അപ്പൊ നമ്മൾ അതൊക്കെ തപ്പി പിടിച്ച് അങ്ങനെ കറക്റ്റ് ആള് കിട്ടി. ഇതാണ് നല്ല സാധനം. എല്ലാം വിചാരിക്കുന്ന പോലെ നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്റൻഷൻ നല്ലതായതുകൊണ്ട് പറയാം. അതുകൊണ്ട് ചെയിൻ ഉണ്ടല്ലോ. ഓ അതുകൊണ്ട് ചെയിൻ നല്ല ഫിനിഷ്. അതായത് വെറുതെ ബ്രൈറ്റ് ഗോൾഡ് ഒന്നും അല്ല. വന്നപ്പോ നമ്മുടെ പ്ലെയിൻ അല്ലാതെ റത്തന്റെ ഫിനിഷ് വരുന്നതും ഉണ്ട്. സോ ഇതും പ്രിയക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കളേഴ്സും ഇഷ്ടമായി. ഇപ്പൊ നമ്മൾ എല്ലാ കളേഴ്സും കാണിക്കുന്നില്ല. ഞാൻ എന്തായാലും അധികം ഒന്നും വ്ളോഗ് ചെയ്യുന്നില്ല, ഒരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. പ്രിയയുടെ കിളി പോവാണ്. പാറ്റേൺസിന്റെ സ്റ്റൈല് നോക്ക്. ഇതൊക്കെ എവിടെ കാണാൻ പറ്റും guys. ഇതാണ് നമ്മൾ വന്ന് ഹാൻഡ് പിക്ക് ചെയ്തുള്ള ഗുണം. നാട്ടിൽ നിന്ന് ഒരു ഹോൾസെയിലറിന്റെ കയ്യിൽ നിന്ന് 1,00,000 പീസസിന്റെ നമ്മൾ 100 സെലക്ട് ചെയ്യുന്നത് അവരെടുക്കുന്ന ക്വാളിറ്റി ആയിരിക്കില്ല നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അത് വീണ്ടും പറയുവാണ്. ബിക്കോസ് പീപ്പിൾ ഹാവ് ടു റിയലൈസ് ദാറ്റ്. നൈസ്. ഞാൻ ഓരോന്നും ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻ പിക്ക് ചെയ്താണ് എടുക്കുന്നത്. അത് ഒരിക്കലും നാട്ടിൽ നമ്മൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു ഹോൾസെയിലറിൽ പോയി കഴിഞ്ഞാൽ അയാളുടെ കുറച്ച് എടുക്കും. 50 പീസ് 50 കടക്കാരുടെ കയ്യിൽ കാണും. അതെ, സെയിം പാറ്റേൺ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ലല്ലോ കിട്ടുന്നത്. അതിൽ നിന്നുള്ള സെലക്ഷനേ ഉള്ളൂ. പിന്നെ ക്വാളിറ്റി അവർ ഓബിയസ്ലി അവരുടെ പ്രോഫിറ്റ് മാർജിൻ മാത്രം നോക്കുള്ളൂ. നമ്മള് നോക്കി തൊട്ട് ഒക്കെ ഫീൽ ചെയ്ത് ക്വാളിറ്റി നോക്കിയല്ലേ വാങ്ങുന്നത്. എപ്പോഴും ഞാൻ പറയുന്ന ബിസിനസ് തുടങ്ങാനുള്ളവര് ഇവിടെ വന്ന് ഒരു തവണ ഹാൻഡ് പിക്ക് ചെയ്ത് പോവാ. അതിന്റെ പാഷൻ ഉള്ളവര്, അത് അല്ലാത്തവർക്ക് മറ്റേ ബിസിനസ് മാത്രമേ. അതെ, ജെനുവിൻലി വേണ്ടവര്. ഇപ്പൊ ബീന കണ്ണനില്ലേ, ബീന കണ്ണൻ സാരിയുടെ നെയ്തിന്റെ അവിടെ പോയി നിന്നിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവര് വളരുന്നത്. അല്ലാതെ അവര് മറ്റേ ഇതല്ലല്ലോ വാങ്ങുന്നത്, ഹോൾസെയിൽ അല്ല വാങ്ങുന്നത്. എന്താ ഈ കൊച്ചു ചൈനയിൽ സംഭവിക്കുന്നത് അല്ലേ? നോക്കിക്ക് ഇതിന്റെ പാറ്റേൺസ് ഒക്കെ. എന്താ അല്ലേ, ചുമ്മാതാണ് ഈ പാരീസ് ഫാഷൻ വീക്കിനൊക്കെ സാധനങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. പ്രിയ ഏതോ ബാഗിനകത്ത് ഫോൺ വെച്ച് കേട്ടാ, എല്ലാം വെച്ച് നോക്കുവോ പ്രിയ? അതെ, ഏത് ബാഗിലാ അത്? ആ എനിക്ക് മനസ്സിലായി. ഇതില് പ്രിയ ഇപ്പൊ പിടിച്ചിരിക്കുന്നതില് വേറെ കളേഴ്സ് ഉണ്ട്, പക്ഷെ അതും സൂപ്പറാണ്. ഇറ്റ് ജസ്റ്റ് സ്ക്രീംസ് ക്ലാസി. ഇതിന്റെ ഈ കളർ വിത്ത് ദാറ്റ് ഗോൾഡൻ ബട്ടൺസ് ആൻഡ് ഫിനിഷ്, അതുപോലെ തന്നെ ഇതിന്റെ ഈ കോഫി ബ്രൗണും, രണ്ടും ക്ലാസ് കളേഴ്സ്. ഇവിടെ വേറെ ഉണ്ട്, പക്ഷെ അതൊന്നും അത്രയും ക്ലാസ് ഇല്ല. ഇത് രണ്ടുമാണ് ഇറ്റ് സ്ക്രീൻസ് ക്ലാസ്. ഓൾഡ് മണി എന്നൊക്കെ പറയില്ലേ, അതാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ. ദിസ് ഇസ് ഈവൺ മോർ ക്ലാസിയർ. അനക്കല്ലേ അതിന്റെ സൈഡ് കാണിക്കാം, എന്നാൽ അതിന്റെ ഭംഗി അങ്ങനെയൊക്കെ കാണിച്ചാൽ അതിന്റെ ലുക്ക് അറിയുള്ളൂ. അതിന്റെ ഫിനിഷും വിട്ട് നോക്ക്. Look at the quality and the artwork. I mean, the work, finishing work in this. ഹാൻഡ് സ്റ്റിച്ച് ഒന്നല്ല, മെഷീൻ തന്നെയാണ്, പക്ഷെ എന്നാലും വെരി സ്റ്റൈലിഷ്. നമ്മൾ വന്നപ്പോ ഇത് ഫുള്ളായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് പ്രിൻസും പ്രിയും കൂടിയാ തീർത്തിരിക്കുന്നത്. എന്ത് ഞാൻ ഒറ്റ എടുത്തുള്ളൂ. ഇത് ഏത് ബ്രാൻഡ് അറിയാവുന്നവർക്ക് അറിയാം, ഒരു ബ്രാൻഡ് ഇൻസ്പയർഡ് ആണ്. സോ ആ ബ്രാൻഡിന്റെ തന്നെ ഫാക്ടറിന്ന് അവര് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇതേ പറഞ്ഞത് ഇങ്ങനത്തെ നമുക്ക് ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഡിസൈനാണ്, വളരെ ട്രെൻഡിങ് പാറ്റേൺ ആണ്. ഇതുപോലെ പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് പീസുമാണ്. ഇതിന്റെ സാധനങ്ങൾ നിങ്ങൾ കുത്തി നിറയ്ക്കാനൊന്നും നിൽക്കരുത്, കാരണം ഇത് അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇറ്റ്സ് ബേസിക് സാധനങ്ങളും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇട്ടുണ്ട്. നമ്മുടെ പട്ട് സാരിയൊക്കെ പോലെ അല്ലെ, ഒക്കേഷൻസിനും അങ്ങനെയൊക്കെ. ഇതൊന്നും ഡെയിലി യൂസിന് പറ്റില്ല എന്ന് തോന്നുന്നു. അല്ല, ഇത് ഡെയിലി യൂസിന് പറ്റും, പക്ഷെ കെയർഫുൾ ആവണം, കെയർഫുൾ ആയിരിക്കണം. അല്ലാതെ നമ്മള് ബുക്ക് സാധാരണ ബാഗിൽ പ്രിയയുടെ ബാഗ് പോലെ ആക്കരുത്. സ്റ്റഫ് ചെയ്യാൻ പാടില്ല. ഇതിനകത്ത് ഫോണ്, കാർഡ്, ലിപ്സ്റ്റിക്, ചീപ്പൊക്കെ ഇരിക്കും, ടിഷ്യൂവും എല്ലാം ഇരിക്കും. പക്ഷെ ബുക്കൊന്നും കൊണ്ട് സ്റ്റഫ് ചെയ്യാൻ പറ്റും. മനസ്സിലായി. നമ്മുടെ നോട്ട് പാഡ്, അതെ, മറ്റേ പവർ ബാങ്ക്, മേക്കപ്പ് കിറ്റ്, പിന്നെ മറ്റേ ക്യാപ്പ് ഇല്ലാതെ പെൻ ഇടരുത്. ബാങ്ക്, ക്യാപ്പില്ലാതെ പെൻ, അങ്ങനെ എനിക്ക് ഇത്രയും ദേഷ്യമുള്ള സംഭവം വരില്ല. എനിക്ക് ക്യാപ്പ് ഉണ്ടെങ്കിൽ അടച്ചിട്ട് ഇട്ടൂടെ, തുറന്നിട്ട് പേനയിൽ എങ്ങനെ ബാഗിലൊക്കെ വര വീണ എന്തൊരു വൃത്തിയേടാ അല്ലേ? അപ്പൊ നിങ്ങൾ പേന എപ്പോഴും അടച്ചിടുക, അല്ലെങ്കിൽ ഇടാതിരിക്കുക പേന. അതെ, ഇത് കുറച്ചും കൂടെ ട്രാവൽ സൈസ് ബാഗ്സും കൂടെ നമ്മൾ നോക്കും. നമ്മൾ എല്ലാത്തിന്റെയും ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ ഇത് കുറച്ച് നല്ല ഹൈ ക്വാളിറ്റി PU, ഓബിയസ്ലി ഇറ്റ്സ് ആർ ഒറിജിനൽ ലെതർ, നല്ല വർക്കുള്ള PUന്റെ കുറച്ച് ട്രാവൽ ബാഗ്സ് എടുക്കുന്നുണ്ട്. സോ എനിക്കൊന്ന് ഈ പാറ്റേണും എടുക്കുന്നുണ്ട് പ്രിയ, ഈ പാറ്റേണും എടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര കളറാണ്.
ഈ കളറാണോ പ്രിയ? ആ കളർ എടുക്ക്. ഇയാർ മറ്റേ ഷർട്ടിനോട് ഇട്ട് കഴിഞ്ഞാൽ ഓ ലോകത്ത് ആർക്കും ഇല്ലാത്ത കോമ്പിനേഷനാണ് ആ ഫ്ലൂറസെന്റ് ഷർട്ടിന്റെ കളറ്. ഓ നമ്മുടെ മറ്റേ ലൂയി ടോണും മറ്റേതൊക്കെ പോലെ ബൊട്ടേക്കൊക്കെ പോലെ ഇതിന്റെ അകത്തും അവര് നമുക്കൊരു എക്സ്ട്രാ ബാഗ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു ബാഗിന്റെ കൂടെ തുറക്ക് ഇതുപോലെ 2 എണ്ണം ആയിരിക്കും കിട്ടുന്നത്. ഇറ്റ്സ് ഓൾസോ വെരി ക്ലാസി ആൻഡ് സിമ്പിൾ. കണ്ടാ നല്ലതല്ലേ ഇത്? ഏത് ഷോപ്പിൽ പോയാലും പ്രിയ വെരി നൈസ് എന്ന് പറഞ്ഞാൽ എടുക്കും. നമ്മൾ വളരെ കുറച്ച് ലിമിറ്റഡ് കളക്ഷൻസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇപ്പൊ വന്ന് കുറെ പാറ്റേൺസ് കാണും കേട്ടാ. വെബ്സൈറ്റ് അതിന്റെ ചെയിൻ വരെ ലുക്ക് ഉണ്ട്. പക്ഷെ എനിക്ക് അതൊക്കെ, പക്ഷെ ഇതാണ് പ്രിയക്ക് അത്യാവശ്യം. ഇത് പിടിച്ച ട്രാവൽ ബാഗ് ആയിട്ട് ഉപയോഗിക്കാം, വലിയ ഹാൻഡ് ബാഗ് ആയിട്ട് ഓഫീസ് ബാഗ് ആയിട്ട് ഉപയോഗിക്കാം. എനിക്ക് എപ്പോഴും വലിയ ബാഗ്. ഇതിന്റെ പേരെന്താ അറിയോ? ഞാൻ കണ്ടിട്ടുണ്ട്, സ്ലൗച്ച് ബനാന ബാഗ് എന്ന് പറയും. ഒരു ബനാന സ്ലൗച്ച് ചെയ്ത പോലത്തെ ഒരു ഷേപ്പില. ഇറ്റ്സ് വെരി ട്രെൻഡി. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ അത് ഷൈൻ ചെയ്താലേ അത് അതിന്റെ ഒരു സ്റ്റൈൽ വരത്തുള്ളൂ. അതിന്റെ മെറ്റീരിയൽ അങ്ങനെയാണ്. അതിന്റെ നമ്മൾ പഠിച്ചു നോക്കിയാലും അങ്ങനെയാ വരുന്നത്. ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ഓൾസോ മേക്സ് ഇറ്റ് നൈസ്. ആൻഡ് ബെസ്റ്റ് തിങ് ഇസ് ലൈക്ക് യുനോ ഒരു ബ്രാൻഡിന്റെ പേരില്ല. സോ പീപ്പിൾ ഹു പ്രിഫർ സച്ച് തിങ്സ്, ഇതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിട്ട് വരുന്നത്. ക്വൈറ്റ് ലക്ഷറി. ഇറ്റ്സ് നോട്ട് പ്യുവർ ലെതർ. വീണ്ടും പറയാണ്, ഞങ്ങൾ പ്യുവർ ലെതർ എടുക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എക്സ്പെൻസീവ്. സെക്കൻഡ്ലി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാ. ഇത് കുറച്ചൊക്കെ റഫ് യൂസ് ചെയ്താലും ഇറ്റ് വിൽ ലാസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ എടുക്കുന്നത്. എനിക്ക് ഇഷ്ടമായ കളേഴ്സ് ഇത് ഇഷ്ടമായി. ഓക്കെ, ഈ കളേഴ്സ് ഒക്കെ ഇഷ്ടമായി. ഈ കളർ ഇഷ്ടമായി, ഈ കളർ ഇഷ്ടമായി. ബ്ലാക്ക് ഒബ്വിയസ്ലി എല്ലാവർക്കും ഒരു യൂണിവേഴ്സൽ കളർ ആണല്ലോ. ബ്ലാക്ക് ഉണ്ട്. പിന്നെന്താ ഈ കളർ മതി. ഞാൻ 2 എണ്ണം നോക്കാൻ പറഞ്ഞിട്ട് അയ്യോ അത് നോക്കെ പ്രിയ നിൽക്കുന്നത് വരുന്നിരിക്കുവാണ്. ഇതിന്റെ ടെക്നോളജിയാ കണ്ടിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ലുക്സ് വെരി ക്ലീൻ ആൻഡ് സ്റ്റൈലിഷ്. ഒരു മോഡേൺ മിനിമലിസ്റ്റിക് സ്റ്റൈലാണ്. ഇത് കാണുമ്പോ എല്ലാരും വിചാരിക്കും നോർമൽ ബാഗ് പോലെ ഇതിങ്ങനെ തുറന്ന സിബ് വരും, തുറക്കാം, എല്ലാം ഇടാം എന്ന്. പക്ഷെ ഇത് അങ്ങനെയല്ല. പിന്നെ ഇതിങ്ങനെ നമ്മൾ തുറക്കുമ്പോൾ മാജിക് മനസ്സിലാക്കിക്കോ നിങ്ങൾ. ഇതിവിടെ ബട്ടൺ അല്ല, അത് മാഗ്നറ്റ് ആണ്. ഓക്കെ, ബട്ടൺ ആണ്. എന്നിട്ട് ഇതാ നമ്മൾ ഇങ്ങനെ സിബിനെക്കാളും സേഫ്. എന്താ വെച്ചാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാ മടക്കുന്നത്. സൂപ്പർ അല്ലേ? അത് ലോങ് സ്ട്രാപ്പും ഉണ്ട് കേട്ടാ. നല്ല രസമുണ്ട്. സാധാരണ എപ്പോഴും ഗോൾഡൻ അല്ലേ വരുന്നത്, പക്ഷെ ഇത് കുറച്ച് യൂണീക്ക് ആയിട്ടുണ്ട്. നമ്മള് ഡിസ്പ്ലേ ചെയ്യണ്ടേ, വെറുതെ വാങ്ങിയാ പോലെ അട്രാക്റ്റീവ് ഡിസ്പ്ലേ ആയിട്ട് കുറെ സ്റ്റാൻഡ്സും കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. സോ ഇത് കഴിഞ്ഞ് നേരെ ഇന്ന് നമ്മള് ലഞ്ച് കഴിച്ചിട്ടില്ല. സത്യം പറഞ്ഞ ഇപ്പൊ എത്ര മണി? 6:50. കോഫി അന്ന് കുടിച്ചത് കുറച്ച് മിനിറ്റിന്റെ കുത്തുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കോക്കനട്ട് ലാറ്റെ ആയിരുന്നു. ഈ കോഫിയുടെ ഫ്ലേവർ ഗസ് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ വക പീക്കിംഗ് ഡക്കിന്റെ ട്രീറ്റ്. നേരത്തെ ഓഫർ ചെയ്താണ്. അത് ഓഫർ ചെയ്താണ്, പക്ഷെ അത് ഞാൻ ഇനി ഇത് കറക്റ്റ് പറഞ്ഞാലേ ഉള്ളൂ. 2 പേർക്ക് 2 ചാൻസ് ഉണ്ട്. 2 ചാൻസ് ഇല്ല, ഞാൻ 2 ഉള്ളൂ. വെട്ടൊന്ന് മറ്റേ എന്താ മുറി 2. അത് തന്നെ അല്ല. അപ്പൊ പ്രിയയുടെ ഒരെണ്ണം കഴിഞ്ഞു. എന്താ ഇതെനിക്ക് കോക്കനട്ട് മിൽക്കില് അല്ല, അത് കഴിഞ്ഞു. ഇതെന്താ ലാസ്റ്റ്? വേഗം പറ. ലാറ്റയാണ്. അതെ, കിട്ടില്ല എന്നർത്ഥം. അത്രേ ഉള്ളൂ. അപ്പൊ പ്രിയയുടെ 2ാമത്തെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലല്ലോ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. പറ വേഗം, ലാസ്റ്റ് ചാൻസാ. പോയി, നിങ്ങളുടെ പീക്കിംഗ് ഡക്ക് പോയി. കുടിക്കട്ടെ, ഫ്ലേവർ കിട്ടുന്നില്ല. ഭയങ്കര ഫ്ലേവറാ, നല്ല സംഭവല്ലേ, സൂപ്പർ ടേസ്റ്റാ. തോറ്റു, ഒരാള് തോറ്റു, 2ാമത്തെ ആളും തോറ്റു. തോറ്റില്ല, ഞാൻ വിട്ടുകൊടുക്കൂല. പറ, എന്തെങ്കിലുമൊക്കെ പറയാലോ. പറ. വാനില അല്ല, ബനാന അല്ല, ബട്ടർ ആണ്. അത് ഒരിക്കലും കിട്ടൂല. കിട്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ട് പെട്ടു വെച്ചാൽ ഒരു ബട്ടറിന്റെ ഫ്ലേവർ ഉണ്ട്. അത് കുടിക്കുമ്പോ ക്ലീൻ ആയിട്ട് അറിയാം, ഒരു സ്മൂത്ത് ക്രീമി ബട്ടർ ഫ്ലേവർ. കുടിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ അറിയും? അതാണ് ഞാൻ ചോദിച്ചത്.
ഓക്കെ, സോ എന്തായാലും നിങ്ങൾ വ്ലോഗ് കണ്ടിട്ടുണ്ടാവും, എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങളുടെ അഭിപ്രായവും വേണം. എന്താ വെച്ചാൽ നിങ്ങൾ എങ്ങനത്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ പറഞ്ഞാൽ നമുക്കും അതനുസരിച്ചിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഈ കോമൺ ആയിട്ടുള്ള യൂഷ്വൽ ആയിട്ടുള്ള പാറ്റേൺസ് ഒന്നും അതായത് എല്ലാ സ്ഥലത്തും കിട്ടണത് പറയേണ്ട കാര്യമില്ല. നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത കോമൺ ആയിട്ടുള്ള ഓബിയസ്ലി ഞങ്ങൾ നോക്കിയില്ല. സെക്കൻഡ്ലി ഫേക്ക് ബാഗ്സ് അല്ലെങ്കിൽ കോപ്പി ബാഗ്സ് അതും നമ്മൾ നോക്കിയില്ല. പിന്നെ നമ്മൾ കുറച്ച് ഇൻസ്പയർഡ് ഡിസൈൻസ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ബാഗ്സ്, വളരെ കുറച്ച്, കാരണം അത്രയും നല്ല ബാഗ്സ് ആയിട്ട് നമുക്ക് തോന്നി. പിന്നെ കൂടുതൽ പ്രിയയുടെ ജിഗ സാധനങ്ങൾ എടുത്തത് നിങ്ങൾ കണ്ടു, പാർട്ടി വെയർ ബാഗ്സ്. അങ്ങനത്തെ ബാഗ്സ് ഒക്കെയാണ് കിട്ടാൻ പാട്, ഓൺലൈൻ വഴിയൊക്കെ കിട്ടും. അത് നിങ്ങൾ ക്വാളിറ്റിയും കണ്ടു കാണുമല്ലോ, വെറുതെ ഒട്ടിച്ചു വെച്ചല്ല, എല്ലാം സ്റ്റിച്ച്ഡ് ആണ്, ക്വാളിറ്റി വ്യത്യാസങ്ങളൊക്കെ കണ്ടല്ലോ. സോ എന്തായാലും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വി ആർ സോ ടയർഡ്, ജസ്റ്റ് വാണ്ട് ടു സ്ലീപ് ആൻഡ് അഗെയിൻ ഫുള്ളി റീചാർജ് ആൻഡ് സ്റ്റാർട്ട് ടുമോറോ. സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ഹാപ്പി, ബൈ.